Hi all, welcome back to Competitive Cracker. This is me, Alfin Abdul Salam. സോ UGC നെറ്റ് പരീക്ഷ ഈ വരുന്ന ഡിസംബർ 31 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഡിസംബർ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത? അല്ലെങ്കിൽ ഈ ഡിസംബറിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ നെറ്റ് എഴുതുന്നതിൽ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് വീഡിയോ. തമ്പിൽ കണ്ടതുപോലെ തന്നെ ഒരുപക്ഷെ ഡിസംബറിലെ നെറ്റ് പരീക്ഷ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നെറ്റ് പരീക്ഷ പോലെ നമ്മൾ അവസാനമായിട്ട് എഴുതാൻ പോകുന്ന നെറ്റ് പരീക്ഷയായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ UGC നെറ്റ് പരീക്ഷ 2 പേപ്പറിലായിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1 50 ചോദ്യങ്ങൾ 100 മാർക്കും, പേപ്പർ 2 100 ചോദ്യങ്ങൾ 200 മാർക്കും, ആകെ 300 മാർക്ക്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് റിസൾട്ടും അല്ലെങ്കിൽ റിവാർഡും തെറ്റിക്കുന്ന ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതുമാണ് UGC നെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇത്രയും നാളും നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസ് അഥവാ നമുക്ക് ബേസ് നോളജ് വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്ത ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ ഗസ് ചെയ്യുവാനുള്ള നോളജ് ലെവലിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുമായിരുന്നു. CSIR നെറ്റിൽ നിന്നും UGC നെറ്റിനെ കൂടുതൽ എളുപ്പമാക്കുന്നതും ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതായിരുന്നു. ഒരുപക്ഷെ ഡിസംബറിന് ശേഷം നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങുകൾ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടെന്നല്ലേ? കാരണം ഈ വരുന്ന വർഷങ്ങളിൽ തന്നെ നമുക്ക് NEP പ്രകാരം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ പ്രകാരം നമുക്ക് UGC പിരിച്ചുവിടുവാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. ഏറ്റവും അടുത്ത അക്കാദമിക വർഷം മുതൽ തന്നെ നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. UGC പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ HECI എന്ന് പറയുന്ന പുതിയ ഒരു ഗവേണിംഗ് ബോഡി വരികയും അതായിരിക്കും ഇനി ഭാവിയിലേക്ക് UGC AICTE പോലെയുള്ള ബോർഡുകൾ നിർവഹിച്ചിരുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവ് മാർക്കിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു? UGC പോലെയുള്ള ബോർഡുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന റിസർച്ച് വർക്കുകളിൽ അല്ലെങ്കിൽ അത് ഫണ്ട് ചെയ്തിരുന്ന റിസർച്ചുകളുടെ ക്വാളിറ്റി കുറവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മാർക്കിംഗ് സ്കീമുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും UGCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അനധികൃത യൂണിവേഴ്സിറ്റികളെയും അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UGC നിർത്തലാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UGC നടത്തുന്ന നെറ്റിന്റെ കരിക്കുലത്തിലും നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. CSIR HECI ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ CSIRന്റെ മാനദണ്ഡങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നെറ്റ് പരീക്ഷ പോലെയുള്ള റിസർച്ചിലേക്കും അധ്യാപനത്തിലേക്കും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലേക്കും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലേക്കുമൊക്കെ ജോലി നേടുവാനായിട്ട് സഹായിക്കുന്ന കേന്ദ്ര ഗേറ്റ്വേ ആയിട്ടുള്ള UGC നെറ്റ് പരീക്ഷയിലേക്കും ആ ക്വാളിറ്റി കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന UGC നെറ്റ് പരീക്ഷയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അവസാനമായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ എഴുതാൻ പോകുന്ന നെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാവിയിലേക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും NEP നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള നെറ്റിന്റെ വാല്യൂ കൂടി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് കിട്ടുന്ന ആളുകളെ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നെറ്റിന്റെ വാലിഡിറ്റി കൂടുമ്പോൾ നെറ്റ് എഴുതുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയും നമ്മുടെ ക്വാളിഫയിങ് ബോഡീസ് ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരീക്ഷ ടഫറാക്കുവാനും നെഗറ്റീവ് മാർക്കിങ്സ് ഇൻക്ലൂഡ് ചെയ്യുവാനുമുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിസംബറിൽ തന്നെ നെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ട് മാറുന്നത്. ഈ വരുന്ന ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ 7-ാം തീയതിയാണ്. ഇനിയും ഡിസംബറിലേക്ക് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അടുത്ത ജൂണിലേക്ക് ഞാൻ പഠിക്കാം എന്ന് കാത്തിരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ നെറ്റ് നേടാനുള്ള അവസാനത്തെ നിങ്ങളുടെ അവസരമായിരിക്കും. അതുകൊണ്ട് തന്നെ ജൂണിലേക്ക് തയ്യാറെടുക്കാൻ ഇപ്പോൾ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും പുതിയ JRF കോൺക്വർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നവംബർ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 60 ഡേയ്സ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ജൂൺ 2026 അഡ്മിഷൻ ഇപ്പോൾ എടുക്കുന്നവർക്ക് ഈ 60 ദിവസത്തേക്കുള്ള ഡിസംബർ എക്സാമിന്റെ കോച്ചിങ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത് നവംബർ 7-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ്. കാരണം നവംബർ 7-ാം തീയതിയാണ് നമുക്ക്
നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗിക്കണം. ഈ വരുന്ന ഡിസംബറിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങേണ്ട അവസ്ഥ നമുക്ക് ഏറ്റവും അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 63 ദിവസമുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ട്. ഈ 63 ദിവസം കൃത്യമായ ചിട്ടയോടുള്ള പഠനത്തോടുകൂടി നമുക്ക് നെറ്റ് JRF എന്നുള്ള സ്വപ്നത്തിലേക്ക് ഡിസംബറിലേക്ക് നടന്ന് അടുക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ ഒരുപാട് ഗ്യാപ്പ് നേരിട്ടു, ജൂണിലേക്ക് ഒരു സീരിയസ് അഡ്മിറ്റ് കൊടുക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജൂൺ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുന്നവർക്ക് ഈ ഡിസംബർ പരീക്ഷയും അറ്റൻഡ് ചെയ്ത് ജൂണിലേക്ക് തയ്യാറെടുക്കുവാനുള്ള സുവർണാവസരമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നെറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന 60+180 ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്കോ 9778826292 എന്ന് പറയുന്ന നമ്പറിലേക്കോ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റും നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബറിൽ JRF നേടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ എല്ലാവരും തന്നെ ഇടേണ്ടതാണ്. ആൻഡ് നമുക്ക് ജൂണിലേക്ക് ലോങ് പ്രിപ്പറേഷൻ നമുക്ക് ഈ 30 ഡേ ബാച്ചിനോടൊപ്പം തന്നെ തികച്ചും ഫ്രീ ആയിട്ട് ഈ 30 ഡേ ബാച്ചിലും ജോയിൻ ചെയ്ത് ലോങ് ബാച്ചിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ നേടുവാനുള്ള അവസരവും നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഓഫർ തികച്ചും യൂസ്ഫുൾ ആക്കുക. ഈ വരുന്ന ഡിസംബറിൽ തന്നെ നമുക്ക് നെറ്റും JRFും നേടാം CCയോടൊപ്പം. ഇറ്റ്സ് മീ അൽഫൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.